ഈ പെണ്ണുപിള്ള എന്തിനാ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഒരു വർക്ക് ഏൽപ്പിച്ചാൽ അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ട് വിളിക്കും. ആദ്യം ഏതൊന്നും തുറക്കട്ടെ. അവിടെ കട. ഈശ്വരാ, ഇവനിതെന്താ എടുക്കാത്തത്? ആ ലോക്കർ തുറന്ന അപകടത്തിലാവുമെന്ന് ആ ചള്ള ചെക്കന് ഞാൻ ഇങ്ങനെ പറഞ്ഞു മനസ്സിലാക്കും. ഞാൻ നോക്കുന്നത് കണ്ടില്ലേ? ഞാനും അതന്നെയല്ലേ നോക്കുന്നത്. നീ എന്തോടാ ചാവ നടക്കണോ? എഴുന്നേറ്റ് പോടാ. സോറി ബോസ്. നടുവടിഞ്ഞ്. വണ്ടി പെട്ടെന്ന് വഴി നിർത്തി മാറ്റ്. അമ്മ കൈ. ഇതെങ്ങാനും പോയിരുന്നേ ആ പെണ്ണുപിള്ളേനെ കൊന്നേനെ. ഓ മൈ ഗോഡ്, ഇത് DKയുടെ ലോക്കർ പോലെ ഉണ്ടല്ലോ. ഇതെങ്ങനെ ഇവന്റെ കയ്യിൽ വന്നു? ഈ ലോക്കർ നിനക്ക് എവിടെ കിട്ടി? പണി പാളി. നിക്കാൻ, നിന്നോട് പറഞ്ഞു നിക്കാൻ. അവിടെ നിക്കാൻ. വണ്ടി എടുക്കടാ, അവന്റെ പിന്നാലെ വിട്. ഇറങ്ങണി, കട്ടിലേന്ന് ഇറങ്ങാൻ. നീ എന്താ കുരങ്ങാണോ ഇതിന് മോളിൽ കയറി ചാടി നടക്കാൻ? എടി താഴെ ഇറങ്ങാൻ. പിന്നെ നിങ്ങളുടെ ഒരു കട്ടില്. ആ ലോക്കർ എടുത്തോണ്ട് പോയവന് ഈ കട്ടിലും കൂടെ എടുത്തോണ്ട് പോയാ പോരായിരുന്നു. അല്ല, ഇനിയിപ്പോ ഇതിനകത്തും വല്ല GPS വെച്ചിട്ടുണ്ടോ? എന്റെ തലയ്ക്ക് ഭ്രാന്ത് പിടിപ്പിക്കാതെ മര്യാദക്ക് ഇറങ്ങിയോ? എടി ഇറങ്ങാൻ. ഇങ്ങോട്ട് ഇറങ്ങി. ഞാൻ ഇവിടെ തന്നെ നിൽക്കും. ചിലപ്പോ ഇരിക്കും, കിടക്കും, തലകുത്തി മറിയും. ഞാൻ സംസാരിക്കും, തന്നെ താനെ സംസാരിക്കും. നിങ്ങളോട് സംസാരിക്കാൻ വരുന്നില്ലല്ലോ, പോരെ? ഒരുമാതിരി സ്വഭാവം എന്റെ അടുത്ത് കാണിച്ചാ എന്റെ നിയന്ത്രണം വിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യും. മര്യാദക്ക് ഇറങ്ങിപ്പോ, ഇല്ലെങ്കിൽ കയ്യിൽ നിന്ന് മേടിക്കും. രാക്ഷസൻ. എന്റെ ഫോണ്. ഓഹോ, എങ്കി നീ പേടിക്കണ്ട. ഞാൻ നിനക്ക് 1.5 കിലോമീറ്റർ തൊട്ടു പിറകിൽ തന്നെ ഉണ്ട്, ബൈപ്പാസ് റോഡിൽ. എന്നാ പിന്നെ നിങ്ങൾ വേഗം വാ, DK ഫോളോ ചെയ്യാം.
ഡോ വണ്ടി ഓട്ടോയുടെ പുറകിലോട്ട് നിർത്ത്. നിങ്ങളിത് എവിടെ പോയി കിടക്കുവാ? ഒന്ന് വേഗം വാ. DK കാർ നിർത്തി ഇറങ്ങുവാ. അതെ, DK അത് എടുക്കുന്നതിന് മുമ്പ് നിങ്ങൾ വേഗം പോയി ആ ലോക്കർ എടുത്തിട്ട് വാ. അങ്ങനെ എന്തിനാ എന്റെ തലേന്ന് ആ കുരിശൊന്ന് ഒഴിഞ്ഞു പോട്ടെ. Shut up. നീ DK ഫോളോ ചെയ്തു പോയി അത് എടുത്തോണ്ട് വരണം. ഞാനോ? എന്നെ കൊണ്ടൊന്നും പറ്റില്ല. DK ഫോളോ ചെയ്ത് ഞാൻ ഇവിടെ വരെ നിങ്ങളെ എത്തിച്ചു. ഇനി വേണമെങ്കിൽ നിങ്ങൾ പോയി എടുക്ക്. വേഗം തുറക്കടാ അങ്ങോട്ട്, ഇല്ലെങ്കിൽ അപകട. ഓ, എന്റെ മൊബൈല് സ്വിച്ച് ഓഫ് ആയിപ്പോയി. ഇല്ലെങ്കിൽ ആ ചേച്ചിയെ ഒന്ന് വിളിച്ചു നോക്കായിരുന്നു. അത്രയ്ക്ക് ധൃതിയാണെങ്കിൽ ഈ പണിക്ക് പോയെന്തിനാ? കള്ളന്മാർക്ക് വേണ്ടത് ക്ഷമയാ. അതറിയാതെയാണോ മോഷ്ടിക്കാൻ നടക്കുന്നത്? കൂൾ കൂൾ, ഇപ്പൊ ശരിയാക്കി തരാം. ലോക്കർ കുത്തിപ്പൊളിക്കാൻ ഒരു കൈ സഹായം വേണോ? എന്റെ അമ്മേ, ആരുടെ മോഷ്ടിച്ചു പറ. അമ്മേ, പറ, സത്യം പറ. നീയാണ് ലോക്കർ മോഷ്ടിച്ചത്? എന്റെ വീട്ടിൽ മോഷ്ടിക്കാൻ കയറിയോടോ നീ? നിനക്ക് അത്രയ്ക്ക് ധൈര്യോ? നിന്നെ ഞാൻ ഇവിടെ വേടാ. ഇടാ കൈ തൊഴുത് കരഞ്ഞു പറയടാ, ഇല്ലെങ്കിൽ ഇയാള് നമ്മളെ കൊല്ലും. നീ എന്നെ കൊലക്ക് കൊടുക്കാനാണോടാ ഈ കുന്ത്രാണ്ടം കൊണ്ട് വന്നത്? പരമനാറി. അപ്പൊ നീയാണല്ലോ ഇത് മോഷ്ടിച്ചത്. അയ്യോ അമ്മേ, സാറേ അവനാ. ഞങ്ങൾ ആരും അറിയാതെ ഇവിടെയുള്ള ഒരാളോടും ഒരു വാക്ക് പോലും പറയാതെ നീ എന്തിനാ സൂര്യയെ ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങോട്ട് കൊണ്ടുവന്നത്? സൂര്യ ഇവിടേക്ക് കൊണ്ടുവരണോ അവളുടെ വീട്ടിലേക്ക് കൊണ്ടുപോകണോന്ന് നീ ആരോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിച്ചോ? അവളുടെ ഭർത്താവല്ലേ അവിനാഷ്. അറ്റ്ലീസ്റ്റ് അവിനാഷിനോടെങ്കിലും ഒന്ന് വിളിച്ചു ചോദിക്കാമായിരുന്നില്ലേ? ഈ ബേക്കറിക്കാരി, ഇവളുടെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുക്കാൻ നീ ആരാ? ഈ വീട്ടിൽ വെച്ചാ ഇവൾക്ക് അപകടം ഉണ്ടായത്. ഇവളെ സംരക്ഷിക്കേണ്ട ബാധ്യതയും ഞങ്ങൾക്കാ. എന്നോടോ അമ്മയോടോ ചോദിക്കാതെ നീ എന്തിനാ ഇവളെ ഡിസ്ചാർജ് ചെയ്തത്?
നാളെ ഡിസ്ചാർജ് ആകുമെന്നാണല്ലോ ഡോക്ടർ എന്നോട് പറഞ്ഞത്. പിന്നെ എന്തിനാ നീ ഇന്ന് ഇവളെ ഹോസ്പിറ്റലിൽ നിന്ന് കൂട്ടിക്കൊണ്ടുവന്നത്? ഡിസ്ചാർജ് ചെയ്യാൻ നാളെ വരെ കാത്തു നിന്നാ ഒരുപക്ഷെ ഈ പാവം ജീവിച്ചിരിക്കില്ലാന്ന് തോന്നി. എന്താ നീ പറഞ്ഞത്? ജീവിച്ചിരിക്കില്ലെന്നോ? അതെ അമ്മ, സൂര്യയുടെ ജീവൻ സംരക്ഷിക്കേണ്ടത് ഇനി എന്റെയും കൂടി ബാധ്യതയാണ്. ആശുപത്രി നടന്നത് എന്താണെന്ന് നിങ്ങൾക്ക് ആർക്കും അറിയില്ലല്ലോ. ആശുപത്രിയിൽ എന്ത് നടന്നു എന്നാ നീ പറയുന്നേ? കൊലപാതക ശ്രമം. ഈ പാവത്തിന് ആശുപത്രി വെച്ച് തന്നെ കൊല്ലാനുള്ള ഹീനമായ തന്ത്രം, അതാണ് ഹോസ്പിറ്റലിൽ നടന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇവളെ പെട്ടെന്ന് ഡിസ്ചാർജ് ചെയ്ത് ഇങ്ങ് കൊണ്ടുവന്നത്. ഇവളെ കൊല്ലാൻ നോക്കിന്നോ? ആര്? നീ എന്തൊക്കെയാ പറയുന്നേ? എന്താ സംഭവിച്ചത്? പറയാം. ഇത്രയും സംഭവിച്ചിട്ട് നീ എന്താ എന്നെ വിവരം അറിയിക്കായിരുന്നു? അതിനു മുമ്പേ അവൻ രക്ഷപ്പെട്ട് കളഞ്ഞില്ലേ? അവനെ പിടിക്കാൻ വേണ്ടി എല്ലാവരും കൂടി ആവുന്നത്ര ട്രൈ ചെയ്തതാ. പക്ഷെ അവൻ രക്ഷപ്പെട്ടു പോയി കളഞ്ഞു. മോളെ, ഞാൻ എന്തൊക്കെയാ കേൾക്കുന്നത്? ആരാ നിന്നെ കൊല്ലാൻ നോക്കിയത്? പറ. നിന്നോട് ആർക്കെത്ര ശത്രുതയുള്ളത്? നിന്നെ ഇല്ലാതാക്കാൻ ശ്രമിച്ചത് ആരായാലും അവരിൽ ഒരാളെയും ഞാൻ വെറുതെ വിടില്ല. ആ നഴ്സ് മരുന്നെന്തോ എടുക്കാൻ പോയപ്പോഴാ ഈ സംഭവം ഉണ്ടായത്. അയ്യോ, ഇനിയും ഇവളെ അവിടെ കിടത്തിയാ അത് ശരിയാവില്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാ വേഗം ഡിസ്ചാർജ് ചെയ്യിച്ച് ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. അമ്മ എന്നോട് ക്ഷമിക്കണം. ഈ വീട്ടിൽ സൂര്യക്ക് കിട്ടുന്ന സുരക്ഷിതത്വം വേറൊരിടത്തും കിട്ടില്ലെന്ന് എനിക്ക് ഉറപ്പുള്ളതുകൊണ്ടാ ഞാൻ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. DK, പ്ലീസ്, ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നതിന് മുമ്പ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാൻ കഴിഞ്ഞില്ല. അത് എന്റെ തെറ്റ്. അതിന് ഞാൻ ക്ഷമ ചോദിക്കുന്നു. പക്ഷെ പരസഹായം ഇല്ലാതെ ഒന്ന് അനങ്ങാൻ പോലും പറ്റാത്ത ഈ പാവത്തിനെ ഈ വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റില്ല എന്ന് മാത്രം പറയരുത്. ഇവളെ ഞാൻ നോക്കിക്കോളാം. ഇവൾക്ക് ഒരു അപകടവും വരാതെ ഇനി ഞാൻ സൂര്യ നോക്കും. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ടല്ലേ ഇവിടെ അനുവാദം ചോദിക്കൂ? അതാണല്ലോ ശീലം. എത്ര തവണ ഞാൻ ഇവരോട് പറഞ്ഞിട്ടുള്ള. എന്തെങ്കിലും കുഴപ്പം ഹോസ്പിറ്റലുണ്ടെങ്കിൽ എന്നെ വിളിച്ചു പറഞ്ഞാ പോരെ? ഞാൻ അപ്പൊ തന്നെ അതിന് പരിഹാരം ഉണ്ടാക്കില്ലേ? അല്ലാതെ അവളെ ഇങ്ങനെ ഡിസ്ചാർജ് ചെയ്ത് കൊണ്ടുവരികയാണോ വേണ്ടത്? അമ്മയെങ്കിലും അവളെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്ക്. എനിക്ക് അവളുടെ പെരുമാറ്റം തീരെ പിടിക്കുന്നില്ല. മോനെ ദേവ, യു ഡോണ്ട് വറി. നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് ആരായാലും നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യണം. ജ്യോതി ചെയ്തത് ബ്യൂട്ടിഫുള്ളായ ഒരു കാര്യമല്ലേ? നമ്മുടെ സൂര്യയുടെ ജീവൻ അവള് സേവ് ചെയ്തില്ലേ? മോനെ, ശരിക്കും അവളെ അഭിനന്ദിക്കല്ലേ നമ്മൾ ചെയ്യേണ്ടത്? അതിനു പകരം ഇങ്ങനെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ചാലോ? എന്തായാലും ഒരു കാര്യം ഉറപ്പാ, ആ വീൽ ചെയറിൽ നിന്നും എഴുന്നേൽക്കും വരെ സൂര്യയെ ജ്യോതി നോക്കിക്കോളും. ഇനി ഒരു അപകടവും അവക്ക് സംഭവിക്കില്ല. കൃഷ്ണ,
നോക്കാം. ഇതെങ്കിലും ആ ബേക്കറിക്കാരെ കൊണ്ട് നേരെ ചൊവ്വെ നോക്കാൻ പറ്റിയാ മതിയായിരുന്നു. നിങ്ങളും നിങ്ങളുടെ ലോക്കറും ഒരുപോലെയാ. രണ്ടിന്റെയും ഉള്ളിൽ എന്താണെന്നറിയാൻ ഒരു വഴിയില്ല. ഈ ലോക്കറിൽ GPS വെച്ചതുപോലെ നിങ്ങളുടെ മനസ്സിലും വെച്ചിട്ടുണ്ടോ? നീ എന്താ ഇങ്ങനെ തലയ്ക്ക് വെളിവില്ലാതെ സംസാരിക്കുന്നത്? അല്ല, നീ എന്തിനാ ലോക്കറിനെ കുറിച്ച് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അത് നിങ്ങൾ ഇത്ര കാര്യമായിട്ട് ഒളിച്ചു വെക്കുന്ന എന്തിനാ? അത് കാണാതെ വന്നപ്പോ നിങ്ങളുടെ ടെൻഷൻ എത്രയാണെന്ന് എനിക്ക് മനസ്സിലായേ. അപ്പൊ ഞാനും അങ്ങ് ടെൻഷൻ അടിച്ചു, അത്രേ ഉള്ളൂ. ഏയ്, അതല്ലല്ലോ. നിന്റെ മനസ്സിൽ വേറെന്തോ ഉണ്ട്, അതെനിക്കുറപ്പാ. നീ എന്റെ മുന്നിൽ അഭിനയിക്കുക. അതേലോ, ഞാനൊരു മഹാനടിയല്ലേ? അത് നിങ്ങൾക്കല്ലേ ഏറ്റവും കൂടുതൽ അറിയാവുന്ന. ഈ ഡയലോഗ് കുറച്ചേ ഉള്ളൂവെങ്കിലും പെർഫോമൻസ് നല്ലതുപോലെ ചെയ്യുന്നില്ലേ? ആ നീ ടോപ്പിക്ക് ഡൈവേർട്ട് ചെയ്യണ്ട. നീ എന്തിനാ ആ ലോക്കർ കാണാനില്ലെന്ന് അറിഞ്ഞപ്പോ അത്രയ്ക്ക് അങ്ങ് ഓവർ ആക്ട് ചെയ്ത്? അത് ഞാൻ പറഞ്ഞില്ലേ, ടെൻഷൻ. സത്യം പറ ഹിറ്റ്ലറെ, എന്താ ലോക്കറില്? ഒന്നുമില്ല, കാലി. ഒരു കാലി ലോക്കറിന് വേണ്ടി നിങ്ങൾ ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കുമെന്ന് ഞാൻ വിശ്വസിക്കൂല. നിനക്കെന്താ, എന്നെ സംശയമാണോ? അതെ, എവിടെയോ എന്തോ ഒരു കുഴപ്പമുണ്ട്. ആ ലോക്കറിൽ എന്തോ ഒരു രഹസ്യമുണ്ട്. പിന്നെ നീ എന്തിനാ അത് തന്നെ പറഞ്ഞോണ്ടിരിക്കുന്നത്? അതിന്റെ മേലെ നീ കണ്ണു വെക്കണ്ട, അതിലൊന്നുമില്ല. പിന്നെന്തിനാ നിങ്ങൾ അതിനെ ഇങ്ങനെ ഒരിടത്തുനിന്ന് മറ്റൊരിടത്തേക്ക് ഇങ്ങനെ മാറ്റി മാറ്റി വെക്കുന്ന? അപ്പൊ അതിലെന്തോ ഒരു കാരണമുണ്ട്. ആ, ഉണ്ട്. എന്ത് കാരണമുണ്ടെന്ന്? എന്ത് കാരണം? ആ ലോക്കറിൽ എന്റെ സുപ്രിയുണ്ട്. പ്രേതമല്ല, അവളുടെ ഓർമ്മകൾ. എന്തിനാ നീ ഞെട്ടിയത്? അതില് ബോംബൊന്നും ഉണ്ടെന്നല്ലോ ഞാൻ പറഞ്ഞത്. പ്രേതത്തിനേക്കാൾ നല്ലത് ബോംബ് തന്നെയാ. എന്താ പേടിച്ചോ നീ? എനിക്ക് പേടിയൊന്നുമില്ല. ആ ലോക്കർ നിങ്ങളിപ്പോ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്? അതൊന്ന് തുറന്നു കാണിച്ചൂടെ? വാ ചേട്ടാ, വാ ചേട്ടാ, പ്ലീസ് ഒന്ന് തുറന്നു കാണിക്കുന്നു. പ്ലീസ് ചേട്ടാ, വാ പ്ലീസ് ചേട്ടാ, വാ ചേട്ടാ. നീ ഇത് കേൾക്ക്, എന്നിട്ട് നിന്റെ ചേച്ചിയുടെ ശബ്ദം തന്നെയാണോ അല്ലയോ എന്ന് നോക്ക്. എങ്ങനെയാണ് നമ്മളെ വേർപിരിക്കാൻ നോക്കുന്നതെന്ന് നീ തന്നെ കേട്ടു നോക്ക്. ജ്യോതി, പ്രിയ എന്റെ ജീവന. സത്യം പറ, നീ മനഃപൂർവ്വമല്ലേ നീക്കോട് എല്ലാ കാര്യങ്ങളും പറഞ്ഞത്? നീക്കെ കൊണ്ട് ഞങ്ങളെ തമ്മിൽ വേർപിരിക്കാൻ ശ്രമിക്കുന്നത് നീയല്ലേ? അതെ, ഞാൻ തന്നെയാ നിങ്ങളെ വേർപിരിക്കാൻ ശ്രമിക്കുന്നത്. അതിനിപ്പോ എന്ത് വേണം? നീക്കോട് നിങ്ങളെ വേർപിരിച്ചു തരണമെന്ന് പറഞ്ഞത് ഞാൻ തന്നെയാ. നിന്നെ സസ്പെൻഡ് ചെയ്യിച്ചതും ഞാനാ. നിന്നെ ഇവിടുന്ന് എത്ര ദൂരേക്ക് അയക്കാമോ അത്രയും ദൂരത്തേക്ക് അയക്കാനും ഞാനാ പറഞ്ഞത്. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. നമ്മളെ തമ്മിൽ പിരിക്കാൻ ചേച്ചി DKയുടെ സഹായം തേടിയെന്ന് പറഞ്ഞ? നോ, എന്റെ ചേച്ചി അങ്ങനെ ചെയ്യില്ല. വിശ്വസിച്ചേ പറ്റൂ പ്രിയ. കാരണം ഇത് ഞാനുണ്ടാക്കിയതല്ല. നിന്റെ ചേച്ചി നേരിട്ട് എന്നോട് സംസാരിച്ചത്, അല്ലാതെ ഞാനിത് കൃത്രിമമായിട്ടുണ്ടാക്കിയതൊന്നല്ല പ്രിയ. എന്റെ ഭാര്യയ്ക്ക് എന്നെ ഇഷ്ടമല്ല. അവളത് തുറന്നു പറഞ്ഞു. മറ്റൊരു ബന്ധവുമില്ലാതെ വെറും സുഹൃത്തുക്കളെ പോലെ മാത്രമാണ് ഞങ്ങളിതുവരെ ജീവിച്ചത്. അവൾക്ക് വേറൊരു റിലേഷനുണ്ട്. അയാള് US-ല. ഡിവോഴ്സ് വാങ്ങി
അവന്റെ അരികിലേക്ക് പോവാനാ അവൾ ആഗ്രഹിച്ചത്. ഒരാശ്രയത്തിന് എനിക്ക് നീയല്ലാതെ മറ്റാരുമില്ല പ്രിയ. നിന്റെ ചേച്ചിക്ക് എന്തിനാണ് എന്നോട് ഇത്രയും പകയെന്ന് എനിക്കിനിയും മനസ്സിലാവുന്നില്ല. റാസ്കൽ, കള്ളം പറയുന്നോ? നീ ഒരു മനുഷ്യനാണോടാ? നിന്റെ ഭാര്യ അവിടെ മരണക്കിടക്കെ കിടക്കുമ്പോ എന്റെ അനിയത്തിയുടെ മുന്നിൽ വന്ന് പ്രേമം അഭിനയിക്കുന്നു. നീ കൊല്ലണം നിന്നെ. ചേച്ചി എന്തായി കാണിക്കുന്നത്? ആളുകളൊക്കെ നോക്കുന്നു. കാണട്ടെ, അതിനിപ്പോ എന്താ? നാട്ടുകാരറിയട്ടെ ഈ ചതിയന്റെ മഹാത്മ്യം. ചേച്ചി പ്ലീസ്. അവിനാശ് നീ പോ. ഡാഡി, നിനക്ക് അവനോട് ഇനി സ്നേഹമുണ്ടോ? വേണ്ട, അത് വേണ്ട. പ്രിയ, തെറ്റേതെന്നും ശരിയേതെന്നും നീ തന്നെ തീരുമാനിക്കും. ചെറിയ കുട്ടിയല്ല നീ. നിന്റെ മറുപടിക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കും. എന്റെ ജീവിതം തകർത്ത ക്ഷമിക്കില്ല ഞാൻ. ഒന്ന് പോടാ. മേലിൽ എന്റെ അനിയത്തെ കാണാൻ നീ വന്നേക്കരുത്. പോകാൻ. പ്രിയമോളെ, നീ എന്തിനാ അവനോട് ഇങ്ങനെ വീണ്ടും വീണ്ടും സംസാരിക്കുന്നത്? അവന്റെ കയ്യിൽ തെറ്റില്ല ചേച്ചി. സൂര്യ കാരണം അവൻ ഒരുപാട് ബുദ്ധിമുട്ടി. നാ വടക്കടി. സൂര്യ കാരണം അവനല്ല, അവൻ കാരണം സൂര്യയുടെ ജീവിതം പോയത്. അത് ഞാൻ എന്റെ കണ്ണിൽ കണ്ട സത്യമാണ്. അവന്റെ കയ്യിൽ നിന്ന് ഞാൻ നിന്നെ രക്ഷപ്പെടുത്താൻ നോക്കുമ്പോ അവൻ നിന്നെ വീണ്ടും വീണ്ടും വലയിൽ വീഴ്ത്താൻ നോക്കുക. അവൻ നിന്നോട് പറഞ്ഞത് മുഴുവനും കള്ളമാണ്. കള്ളം പറഞ്ഞത് സത്യത്തിൽ ആരാ? അവനോ അതോ എന്റെ ചേച്ചിയോ? മോളെ, നിനക്ക് ഞാൻ പറയുന്നത് വിശ്വാസമില്ലേ? ആരെ വിശ്വസിക്കണമെന്ന് എനിക്കറിയില്ല. ചേച്ചിയല്ല കള്ളം പറഞ്ഞതെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കും? DK കല്യാണം കഴിക്കാൻ വേണ്ടി ചേച്ചി ഉണ്ടാക്കിയതല്ല ആ കിഡ്നാപ്പിംഗ് നാടകമെന്ന് ഞാൻ എങ്ങനെ വിശ്വസിക്കേ? ഇത്രയ്ക്കും വിഷം അവൻ നിന്റെ മനസ്സ് കുത്തിവെച്ചോ? നിനക്കറിയോ, ഇപ്പൊ സ്വന്തം ഭാര്യയെ കൊല്ലാൻ നോക്കുന്നവൻ അവിനാശ്. നിനക്ക് വേണ്ടി. ഞാൻ ഈ വീട്ടിലെ ഒരു അംഗമാണ്, നിങ്ങളുടെ ഭാര്യയാണ്. ഈ വീട്ടിലെ ഒരു നിയമവും ഞാനായിട്ട് ഇന്ന് വരെ ലംഘിച്ചിട്ടില്ല. ഈ നിൽക്കുന്ന ചിത്രയുടെ ഏട്ടനും ഇടയ്ക്കിടെ ഈ വീട്ടിൽ തന്നെയല്ലേ താമസിക്കുന്നത്? പിന്നെ ഇപ്പൊ സൂര്യക്ക് നല്ല കെയർ ആവശ്യമാണ്. ഏത് നേരം ഒരുങ്ങി കെട്ടി ഫാഷൻ പീരീഡിന് പോകുന്ന പോലെ നിൽക്കുന്ന ഇവർക്കൊന്നിനും ആ പാവത്തിനെ നോക്കാൻ നേരെ ഉണ്ടാവില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. DK, എനിക്ക് സൂര്യയെ പഴയ നിലയിലേക്ക് കൊണ്ടുവരണം. ജീവനോടെ തിരികെ കൊണ്ടുവരണം. അതിന്റെ കാരണം എന്താന്ന് കുറച്ചെങ്കിലും നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയും. ഇനി സൂര്യക്ക് ഒരു അപകടവും പറ്റിക്കൂടാ. ഞാൻ വേണമെങ്കിൽ ഇവിടെ പറഞ്ഞുവിടാം. പക്ഷേ 24 മണിക്കൂറും കണ്ണിൽ എണ്ണയൊഴിച്ച് സൂര്യയുടെ ജീവൻ രക്ഷിക്കാൻ ചിത്ര തയ്യാറാവണം. അങ്ങനെയാണെങ്കിൽ ഞാനും ചിത്രയും കൂടി സൂര്യ നോക്കിക്കോളാം. എങ്ങനെ? നമ്മള് രണ്ടും കൂടി നോക്കാനോ? അതെ, നിന്റെ ഉത്തരവനുസരിച്ച് സൂര്യ നോക്കാനേ എനിക്ക് പറ്റില്ല. പിന്നെ ഇടയ്ക്ക് ഇവിടെ വന്ന് എന്റെ ഏട്ടൻ താമസിക്കുന്നതിനെ കുറിച്ച് നീ പറഞ്ഞു. എന്റെ ഏട്ടനും നിന്റെ അനിയത്തി ഒരുപോലാണോ? വൈ നോട്ട്? എന്തുകൊണ്ടല്ല? ജ്യോതി പറഞ്ഞതിൽ എന്താ തെറ്റ്? അവളെ ഈ വീടിന്റെ മരുമകളാ. അവള് ചെയ്യുന്ന ഏത് കാര്യത്തിനും എന്റെ പെർമിഷൻ ഉണ്ട്. ഈ കാര്യം ഞാനുമായിട്ട് ആലോചിച്ചിട്ട് തന്നെയാ അവള് ചെയ്തത്. അല്ലേ ബേട്ടി? അതെ.
അതെ അതെ. ദേ, ജ്യോതി നിങ്ങളുടെ 3 പേരുടെ അമ്മായിമ്മയാണ്. അവളെ ക്വസ്റ്റ്യൻ ചെയ്യാനുള്ള അധികാരം നിങ്ങൾക്കില്ല. ചിത്രേ, എന്താ അമ്മേ? സൂര്യയെ ഈ വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം അവൾക്ക് വേണ്ടി നീ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തോ? കിടക്കയിൽ നിന്ന് എഴുന്നേക്കാൻ വയ്യാത്തവളാ. സ്വന്തമായി ഒന്നും ചെയ്യാനുള്ള ശേഷി അതിനില്ല. അവളെ ശുശ്രൂഷിച്ച് കുളിപ്പിച്ച് വൃത്തിയായി സൂക്ഷിക്കുന്നതേ ജ്യോതിയാ. ഒരു നേരം പോലും നീ ആ മുറിയിലേക്ക് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ? അമ്മേ, അത് പിന്നെ എനിക്ക് മരുന്നിന്റെ മണം കേട്ടോ ഛർദിക്കാൻ വരും, അതുകൊണ്ടല്ലേ. അല്ലാതെ സൂര്യയുടെ സ്നേഹക്കുറവുണ്ടായിട്ടൊന്നും അല്ല. ദേ, കേട്ടില്ലേ മൈ ഡിയർ സർ? ഇവള് പറഞ്ഞത് കേട്ടില്ലേ? മരുന്നിന്റെ മണം പോലും ദേ ജ്യോതിക്ക് വെറുപ്പില്ല. അവൾ സൂര്യക്ക് വേണ്ടി എല്ലാം ചെയ്തു. അവക്കൊരു സഹായത്തിന് പ്രിയെ കൊണ്ടുവരാൻ പറഞ്ഞതേ ഞാനാ. അമ്മേ, അത് മതി. 3 പേരും ഇനി ഒന്നും പറയണമെന്നില്ല. എനിക്കറിയേണ്ടത് ഒന്നേ ഉള്ളൂ. സൂര്യയെ ശുശ്രൂഷിക്കാനും അവളെ കുളിപ്പിക്കാനും വൃത്തിയാക്കാനും ഒക്കെ നിങ്ങളിൽ 3 പേരിൽ ആർക്ക് പറ്റും? മായ്ക്ക് പറ്റൂ? അത് പിന്നെ ചിത്രയുടെ നാത്തൂനല്ലേ സൂര്യ. ചിത്രക്കല്ലേ അതിന്റെ അവകാശം. അപ്പൊ താരയ്ക്കോ? ഞാൻ മായച്ചയുടെ കൂടെയാ. ചിത്രയുടെ സ്വന്തം ആങ്ങളുടെ ഭാര്യയല്ലേ സൂര്യ. അപ്പൊ അവളെ നോക്കാൻ കടമയുള്ളത് ചിത്രയ്ക്കാ. എന്തു പറയുന്നു ചിത്രേ? ഇവര് രണ്ടുപേരും നിന്നെ കഴിഞ്ഞു. എന്താ നിന്റെ തീരുമാനം? അയ്യോ ഡി കെ, എനിക്ക് അലർജിയുടെ അസുഖമുണ്ട്. ഈ സ്മെല്ലൊന്നും എനിക്ക് പിടിക്കില്ല. അപ്പൊ 3 പേർക്കും പറ്റില്ല. കൊള്ളാം മരുമക്കളെ. അപ്പോ ഞാൻ എന്റെ തീരുമാനം പറയാം. പ്രിയ സൂര്യയെ നോക്കാൻ ഇവിടെ താമസിക്കും. നിങ്ങൾ 3 പേരും ഒരു തരത്തിലും പ്രിയയെ തടസ്സപ്പെടുത്താൻ പാടില്ല. മനസ്സിലായോ? പ്രിയ, നിനക്ക് ഇന്നു മുതൽ ഈ വീട്ടിലൊരു അംഗത്തിന്റെ സ്ഥാനം ഉണ്ടാവും. സൂര്യ ആരോഗ്യവതിയായി ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നിന്നെ കൊണ്ട് കഴിയും. ഓൾ ദി ബെസ്റ്റ്.